167 കോടി രൂപ. ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയും വില കിട്ടുമോ? ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഇതിഹാസ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ യശോദയും കൃഷ്ണനും എന്ന ചിത്രമാണ്. ഡൽഹിയിൽ നടന്ന സാഫ്രോൺ ആർട്സ് സ്പ്രിംഗ് ലേലത്തിൽ 167.20 കോടി രൂപയാണ് ഈ ചിത്രം വിറ്റുപോയത്. ഇതോടെ ഒരു ഇന്ത്യൻ കലാസൃഷ്ടിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന വില എന്ന റെക്കോർഡും ഈ ചിത്രം സ്വന്തമാക്കി. പക്ഷെ എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയെ ലോകത്തിന്റെ മുന്നിലെത്തിച്ച മഹാപ്രതിഭയായിരുന്നു. പൗരാണിക കഥാപാത്രങ്ങളെ മനുഷ്യരുടെ യഥാർത്ഥ വികാരങ്ങളോടെ ക്യാൻവാസിൽ ജീവിപ്പിച്ച കലാകാരൻ. അദ്ദേഹത്തിന്റെ ബ്രഷിൽ ജനിച്ച കഥാപാത്രങ്ങൾ വെറും ചിത്രങ്ങളായിരുന്നില്ല, അവയ്ക്ക് ജീവനും വികാരങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം വരച്ച അതിമനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് യശോദയും കൃഷ്ണനും. ചിത്രത്തിൽ പശുവിനെ കറക്കുന്ന യശോദയെ കാണാം. അമ്മയുടെ അരികിൽ നിൽക്കുന്ന ബാലകൃഷ്ണൻ ഒരു ഗ്ലാസ് നീട്ടുന്നു. പാലിനായി കെഞ്ചുന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത, അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ അപൂർവ നിമിഷം, അതാണ് ഈ ചിത്രത്തിന്റെ ആത്മാവ്. വർഷങ്ങൾ കടന്നുപോയി, രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും മാറി. പക്ഷെ ഈ ചിത്രത്തിന്റെ മൂല്യം കുറഞ്ഞില്ല, മറിച്ച് ഓരോ വർഷവും അതിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 2026 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ചിത്രം ലേലത്തിനിറങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളിൽ ഒന്നായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ സൈറസ് പൂനാവാലയാണ് ചിത്രം സ്വന്തമാക്കിയത്. ലേലത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടി. ഇത് ഒരു ചിത്രം മാത്രമല്ല, ഒരു ദേശീയ നിധിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ വർഷം MF ഹുസൈന്റെ ഗ്രാമയാത്ര എന്ന ചിത്രത്തിന് ലഭിച്ച 118 കോടി രൂപയുടെ റെക്കോർഡും ഇതോടെ പഴങ്കഥയായി. എന്നാൽ ഈ കഥ വെറുമൊരു ലേല റെക്കോർഡിന്റെ കഥയല്ല, ഇത് ഒരു ഇന്ത്യൻ കലയ്ക്ക് ലോകം നൽകുന്ന അംഗീകാരത്തിന്റെ കഥയാണ്. ഒരിക്കൽ രാജാ രവിവർമ്മ വരച്ച ഒരു ചിത്രം ഇന്ന് ലോകത്തിലെ പ്രമുഖ ആർട്ട് കളക്ടർമാർക്കിടയിൽ അത്യപൂർവ നിധിയായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ കലയും സംസ്കാരവും ലോകവേദിയിൽ കൂടുതൽ വിലമതിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റെക്കോർഡ് വിൽപ്പന. 167 കോടി രൂപയ്ക്ക് വിറ്റുപോയത് ഒരു ചരിത്രം മാത്രമല്ല, ഇന്ത്യയുടെ കലാപാരമ്പര്യവും രാജാ രവിവർമ്മയുടെ പ്രതിഭയും തലമുറകൾക്കപ്പുറവും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകവുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകം വീണ്ടും ഒരിക്കൽ കൂടി രാജാ രവിവർമ്മ എന്ന പേരിനെ ആദരവോടെ ഉച്ചരിക്കുന്നത്.